ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 5 റിയാൽ മാർക്കറ്റ് ഉണ്ട്. ഹബീബ് ഹോസ്പിറ്റലിന് തൊട്ട് മുമ്പ് തന്നെ ആയിട്ട് ഒരു 5 റിയാൽ മാർക്കറ്റ് ഉണ്ട്. ഈ 5 റിയാൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. അമ്പൂനും കൂട്ടിയിട്ട് ഞാൻ വൈകുന്നേരം കൂടെ ഇറങ്ങി. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇത് പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ്, ഇവിടെ സംവിധാനമാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. ഇവിടെ ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തണുപ്പാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തണുപ്പ് ചെറിയ തോതിലുള്ള തണുപ്പുകളായി തുടങ്ങുന്നത്. അപ്പോൾ തന്നെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. ഇവിടെ ഇരുന്നിട്ട് വാഹനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഒരു റൗണ്ടാണ് ആ കാണുന്നത്. റൗണ്ടിന് നടുക്കിലാണ് ആ വാട്ടർ ഡാൻസിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടത് കേട്ടോ. നല്ല രസമാണ് ആ വാട്ടർ ഡാൻസിങ് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചിത്രങ്ങളും അതുപോലെ തന്നെ ദേശീയ പതാകയും അതേപോലെ തന്നെ രാജാവിന്റെ മുഖവും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ. നല്ല രസമാണ് വൈകുന്നേരം ഇവിടെ വന്നിരിക്കാനൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനെ വന്നിരുന്നു, ഞങ്ങൾ കുറച്ചേരം ഇവിടെ വന്നിരുന്നു. അമ്പൂത ഓടിച്ചാടി കളിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഈ റൗണ്ട്സ് കണ്ടോ, ഈ ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളും റൗണ്ട്സിന്റെ ഇടയിൽ കൂടെ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഫുൾ ടൈം നനവുണ്ട്. പൈപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ വൃത്തിയായി നനയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും പൂക്കളുണ്ട്. ഇത് പെട്ടെന്ന് വാടിപ്പോകുന്ന ടൈപ്പ് പൂവാണ്, എപ്പോഴും നിലനിൽക്കുന്നില്ല. അപ്പൊ അതൊക്കെ നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് ആ കാണുന്നത് കണ്ടോ, അതാണ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ചെയ്തത് അതിന്റെ വീഡിയോ മാത്രമേ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറെ നേരം എടുത്താൽ മാത്രമേ അതിലുള്ള എല്ലാ ചിത്രങ്ങളും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ, ജമ്മിങ്ങിലൂടെ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പൊ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടും നമുക്ക് വേഗം പോയിട്ട് തിരിച്ചു പോകാനുള്ളതുകൊണ്ടും നമ്മളിപ്പോ അടുത്ത് 5 റിയാലിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകട്ടോ. 5 റിയാലിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ അവിടെ വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുക, തിരിച്ചു പോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. വേഗം പോവാം എന്നുള്ള രീതിയിൽ. തണുപ്പ് കൂടിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്, അപ്പോഴേക്കും തിരിച്ചു പോവാം. അപ്പൊ അതിനുവേണ്ടി ഇറങ്ങി. അപ്പൊ നമുക്ക് 5 റിയാലിന്റെ ഉള്ളിലേക്ക് whisper truth as they flow down. 5 റിയാലിന്റെ മുമ്പിലേക്ക് കയറാനായപ്പോൾ ഞങ്ങൾ ഒരു പെട്രോൾ പമ്പ് തൊട്ട് മുമ്പ് തന്നെ പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിൽ മീറ്റർ റേറ്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 2 രൂപ 180, 2.180, ഏകദേശം 50 രൂപയുടെ അടുത്ത്, ഇന്ത്യൻ റുപ്പി 50 രൂപയുടെ അടുത്താണ് നമ്മൾ ഇവിടുത്തെ പെട്രോൾ റേറ്റ് വരുന്നത് കേട്ടോ. Each echoing step on the forest floor opens through an ancient door. The silence alive, yet brimming with sound. In the arms of solitude, I am. നമ്മളത് 5 റിയാലിന് സാധനങ്ങളൊക്കെ മേടിച്ച് പുറത്തിറങ്ങി കുറച്ച് വീഡിയോസും കൂടി എടുത്ത്, അതായത് 5 റിയാലിന്റെ വീഡിയോസും 5 റിയാൽ മുൻഭാഗത്തു നിന്ന് വീഡിയോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ അതിന് പോവാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.